ഹായ് ഫ്രണ്ട്സ്, റീട്രോ നമ്മൾ ഏറെ കാലത്തിന് ശേഷം നമ്മുടെ സൂര്യയുടെ വീണ്ടും ഒരു മൂവി. നമ്മുടെ കാർത്തിക് സുബരാജാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതിലാണ് പ്രതീക്ഷയും. കാർത്തിക് സുബരാജ്, സൂര്യ, പൂജ ഹെഗ്ഡെ ഇവരാണ് ഇതിൻ്റെ മെയിൻ. അതിനുശേഷം വില്ലൻ കഥാപാത്രം ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ടീസർ കണ്ടപ്പോൾ ഒരു അതിഗംഭീരമായ ഒരു ടീസർ, ഒരു രക്ഷയില്ലാത്ത ടീസർ. കാരണം ആ ഒരു ഫ്രെയിംസ്, ആ ഷോട്ട്, അവൻ്റെ ആ ഒരു എന്താ പറയുക, സൂര്യയും പൂജ ഹെഡ്ജിയും കൂടി ഇടിയും ഒരു പ്രോമിസ് വേർഡ്സ് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്ന ഒരു സ്ഥലം, അതിൽ നിന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഷോട്ട് പോകുന്നു. എന്നുവെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കട്ട്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂര്യ എന്തായിരുന്നു പണ്ട്, എന്താണ് ഇപ്പോൾ പറയുന്നത്, ആ ഒരു 2 കാലഘട്ടം ഇതിൽ കാണിക്കുന്നുണ്ട്. സൂര്യ ഇപ്പോൾ പ്രോമിസ് ചെയ്യുന്നു ഇനി മുതൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. ബാക്കിൽ ഇദ്ദേഹത്തിന്റെ കാണിക്കുന്നതെല്ലാം ക്രൈംസും, ഇദ്ദേഹം പണ്ട് എങ്ങനെയായിരുന്നു മാഫിയായിട്ട് അടിയും അതും ഇതും ഒക്കെ ആയിട്ട്. അതിൽ വരുന്ന മെയിൻ വില്ലന്മാരായിട്ട് വരുന്ന പ്രകാശ് രാജ് വരുന്നുണ്ട്. പിന്നെ സുജിത് ശങ്കറൊക്കെ കണ്ടിട്ടുണ്ട്. സുജിത് ശങ്കർ നിങ്ങൾ ആരെ കണ്ടിട്ടുണ്ടാവും. CIയിലൊക്കെ നമ്മുടെ ഉള്ള ആള്. CIയിലും അങ്ങനെ ഒട്ടുമിക്കവാറിലും സിനിമകളിൽ അദ്ദേഹം നല്ല അടിപൊളി ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മുടെ മലയാളി തന്നെയാണ്. പിന്നെ ജോർജ് ജോർജ്, ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക, കാരണം വയലൻസ് കുറച്ച് കൂടുതലുണ്ടാകുന്ന തോന്നുന്നു. കാരണം അതിൽ പ്രകാശ് രാജും ഉണ്ട്. പക്ഷെ ഇതിൽ പ്രകാശ് രാജിന്റെ റോൾ ഡീസെന്റ് ആയിട്ടുള്ളൊരു കുട്ട പരിപാടിയാണ്. പക്ഷെ ജോർജ് ജോർജൊക്കെ പറയുമ്പോൾ പക്ക നാടൻ, എന്താ പറയുക, ഈ എന്താ പറയുക, ഗുണ്ടല്ല ആ ലെവലില്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു പോകുന്ന രീതി വളരെ വ്യത്യാസമായിരിക്കും തോന്നുന്നു. കാരണം ടീസർ കണ്ടപ്പോൾ ഭയങ്കര വയലൻസ് ആയിരിക്കും തോന്നുന്നു. പിന്നെ സെക്കൻഡ് ലുക്ക് സൂര്യയുടെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ പാസ്റ്റ് കാണിക്കുമ്പോൾ ഒരു ലുക്ക് അദ്ദേഹത്തിന് കാണിക്കുന്നുണ്ട്. പ്രസന്റിൽ ഇടുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ടീച്ചറിന്റെ ബേസിലാണ് പാസ്റ്റും പ്രസന്റും പറയുന്നത്. അപ്പോൾ അദ്ദേഹം ടീച്ചറിൽ വരുമ്പോൾ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ പൂജ ഹെഗ്ഡെ പ്രോമിസ് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു വളരെ നോർമൽ ലുക്ക്, നമ്മുടെ ആറു സിനിമയിലേക്കുള്ള ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്ക്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ പാസ്റ്റിൽ കാണിക്കുന്ന 2-3 ഷോർട്സും 2-3 ബാക്കിയുള്ള ഷീൻസ് എല്ലാം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതരം ലുക്ക് ഉണ്ട്. മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു പ്രത്യേക താടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയിലാണ്. പക്ഷെ ഇതിൽ അതോടൊപ്പം ഇതിൻ്റെ ഇതിൻ്റെ മ്യൂസിക്കും ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നല്ല ആ ഒരു ടീച്ചറിൻ്റെ എലിവേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ ജൈവം ചേർത്തൊരു ടീച്ചർ പറ്റിയൊരു മ്യൂസിക്. പിന്നെ അതിൻ്റെ ഷോർട്സും ഒരു രക്ഷയില്ല, പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ ഒരു രസം, അതിൻ്റെ അവസാനം എഡ്ജി കൂടി നിർത്തുന്ന ഒരു സീൻസ് ഒക്കെ ഉണ്ട്. ഇവര് ലോങ് ഷോട്ട് ഉണ്ട്. ഇവർ ഇതിന്ന് പ്രോമിസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലോങ് ഷോട്ടും ഒരു ഫ്രണ്ടിൽ കുറച്ച് എന്താ പറയുക വെള്ളങ്ങളും മറ്റേ എന്തോ പൊടിയോ കായലോ എന്തൊക്കെയാണ് അതിന് മുന്നിൽ വെച്ചിട്ടൊരു ഷോർട്സ് ഭയങ്കര രസമുണ്ട്. പിന്നെ നമ്മുടെ ജോർജിനെ കാണിക്കുന്ന സീൻസ് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ സുജിത് ശങ്കറിനെയും കാണിക്കുന്നു. ഒരു എന്താ പറയുക, നമ്മുടെ മമ്മൂട്ടിയിൽ കണ്ടുള്ള മറ്റേ ഒരു ചിരി ഉണ്ടല്ലോ, എന്താ നമ്മുടെ മുന്നേറുന്ന ചിരിയില്ലേ, ആ ഒരു എന്താ പറയുക പേടിപ്പിച്ചിരി, അതുപോലെ ഒരു ചിരിയാണ് നമ്മുടെ സുജിത് ശങ്കർ എന്നൊക്കെ. ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും തിയേറ്ററിലേക്ക് ഈ സിനിമ മെയ് 1 വേൾഡ് വൈഡ് റിലീസാണ്. എന്തായാലും ഈ സിനിമ ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയ ഈ സിനിമയുടെ കയറി കൊളുത്തേക്കും. കാരണം ഓൾറെഡി എന്താ പറയുക, നമ്മുടെ സൂര്യയുടെ ഫാൻസിന് കങ്കുകളുടെ ഒരു ക്ഷീണമുണ്ട്. കങ്കുകളുടെ ക്ഷീണം സൂര്യ ഫാൻസ് മാത്രമല്ല, സൂര്യക്കും സൂര്യയുടെ പ്രൊഡ്യൂസർ എല്ലാവർക്കും ഉണ്ട്. ഈ പടം ചെറുതായി ഒന്ന് കത്തിയാൽ മതി മക്കളെ, പടം പിന്നെ അടിച്ച് കയറിക്കണം. കാരണം ഇതിൽ കത്തിയാൽ ഒന്ന് പടം കയറുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാർത്തിക് സുബരാജ് എന്ന ഒരു ഡയറക്ടറിനാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പ് വന്നിട്ടുള്ള സിനിമയും ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടെ ലോറൻസ് ഒക്കെ ആയിട്ട് ജിഗർദണ്ഡ, അങ്ങനെ ആ ഒരു സിനിമ, അതൊരു ഇടിപിടി സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിരുന്നു. ഒരു എന്താ പറയുക, ഭയങ്കര രസമുള്ള അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ കാണാനും. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമ ഇന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ സിനിമ പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ. അപ്പൊ അദ്ദേഹം ഒരു മാസ് റോളിൽ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് കാലമേ, മാസ് റോളിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. കുറേ സിനിമകളായിട്ട് അദ്ദേഹം കാണുന്നില്ല തന്നെ. ഇവരുടെ ഇപ്പോൾ ജയ് ഭീം മുതലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വളരെ കൂൾ ക്യാരക്ടറാണ്. പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള കങ്കു പിന്നെ പൊട്ടി നശിച്ചു പോയി. എന്താ മാസമാണോ മരണമാസമാണോ ഞാൻ കാട്ടാവരമെന്ന് അറിയാത്ത സിനിമയായി പോയി. ബാക്കി ഈ സിനിമ എന്തായാലും ഒരു മാസിന്റെ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഹൈലൈറ്റ് കിട്ടിയാൽ മതി. പടം ഇങ്ങനെ ശരി പടം കൊണ്ട് കീഴ് കൊളുത്തിക്കൊള്ളും. കാരണം സൂര്യയുടെ ലുക്ക് ഇതിലെടുത്ത് പറയേണ്ടതാണ്. ലുക്കും പിന്നെ ബാക്കി സൂര്യയുടെ ആക്ഷൻസ് ഒക്കെ നല്ല ഒരു ആക്ഷൻസ് ഒക്കെ ഭയങ്കര രസമായിരിക്കും. അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളിലൊക്കെ ആക്ഷൻസ് ഒക്കെ ഭയങ്കര രസമല്ലേ. അപ്പൊ അതുപോലെ തന്നെ നല്ല ഒരു പ്രത്യേകതരം കഥ പറച്ചിലായിട്ട് തോന്നി എനിക്ക്. കാരണം അദ്ദേഹം 2 തരത്തിലൊക്കെ ഇതിന്റെ പാസ്റ്റും പ്രസൻസ് കാണിക്കുന്നുണ്ട്. പടം എന്തായാലും കയറി കൊടുത്തിട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും
നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഈ സിനിമയിൽ ഈ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പ്രകാശ് രാജ് ഉള്ളത് കൊണ്ട് ആസ് യൂഷ്വൽ നോർമൽ വില്ലൻസിലേക്ക് വരുമോ എന്നും കൂടെ നമുക്ക് കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ജോർജ് ജോർജും മറ്റു ബാക്കിയുള്ള കുറേ ആളുകൾ വേറൊരു പുതിയൊരു ആക്ടറേയും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. വില്ലനാണോ എന്നറിയില്ല, പക്ഷേ ഒരു കോമിക് രൂപിൽ ഒരു ചിരിയും ഒക്കെ ആയിട്ട്. പക്ഷെ അദ്ദേഹം ആരോ അതിൽ മെയിൻ വില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം വില്ലന്മാരുടെ ഒരു ആറാട്ടതിലുണ്ട്. പ്രകാശ് രാജ് കഴിഞ്ഞ് വില്ലനാണോ ഞാൻ വേറൊന്നും അറിയത്തില്ല. പക്ഷെ കുറെ ആളുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ പുതിയൊരു പയ്യനായി കാണിച്ചാൽ എനിക്ക് ക്ലിക്കായില്ല. ആരാണ് ആ വ്യക്തി ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും പടം എന്താ പറയാ, ഒരുപാട് എണ്ണം നമ്പർ ഓഫ് വില്ലൻസ് കൂടുമ്പോൾ അതിനനുസരിച്ച് വയലൻസും അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള കഥപറച്ചിലൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി കോരിത്തിരിപ്പിക്കാൻ നമ്മളെ പറ്റിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കാർത്തി സുബരാജിനെ ആകുമ്പോൾ കുറച്ച് പറ്റും. കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വയലൻസും അദ്ദേഹത്തിനെ കുറച്ച് മാസമായിട്ട് ചെയ്യാനൊക്കെ അദ്ദേഹം വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു വൺ ലൈൻസ് മൂവി നമ്മൾ കണ്ടായിരുന്നു, ഗെയിം ചേഞ്ചർ. അത് പൊട്ടിപ്പാളിസായത്. പക്ഷെ ഇദ്ദേഹം തന്നെ വൺ ലൈൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ അത് എടുത്ത് വന്നപ്പോൾ മാറിപ്പോയെന്ന് അറിയില്ല. എന്തായാലും ഈ പടം ഇദ്ദേഹത്തിന്റെ കൈ തന്നെയാണ്, ഭദ്രമാണ്. കാരണം ഇദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുള്ള കയ്യൊപ്പുകളും ഇദ്ദേഹത്തിന് ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ പടത്തിൽ വരുന്ന ചേരുവയുണ്ടല്ലോ, അതുണ്ടായിരിക്കും. അപ്പൊ അതെന്തായാലും പടം നല്ലപോലെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ടീച്ചർ കണ്ടപ്പോൾ അത്രയും ഒരു എന്താ പറയാ, പ്രതീക്ഷിക്കാത്തൊരു ടീച്ചറായിട്ട് നമുക്ക് പറയില്ല അമ്മാതിരി. കാരണം സുരയുടെ ലുക്കാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ്. ആ ലുക്കും അതിന്റെ ആ പെർഫോമൻസും കൂടി കാണിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും തോന്നി. ഓക്കെ, ഈ പ്രസന്റിൽ കാണിക്കുന്നതിനേക്കാളും ഭയങ്കര വൈരസ് തോന്നി എനിക്ക് സെക്കൻഡ് ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് കാണിച്ചിട്ടുള്ള ലുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് പടം വന്ന് വരുമ്പോഴേ ഇപ്പോൾ മറ്റു രീതിയിൽ പറയാൻ പറ്റും. എന്തായാലും ടീസർ അതിഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.